കൈറോസിന്റെ സമയമാണ്. This is the season of Kairos. കേട്ട വാഗ്ദത്തങ്ങളെല്ലാം വിമർത്തീകരിക്കുന്ന 2025 നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കൈകളെ അടിച്ചൊന്ന് പാടാമോ? ദൈവത്തിന്റെ അസാധാരണമായി ഇതിനകത്ത് വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എനിക്ക് പോകാൻ വേറൊരു ഇടയില്ല. എനിക്ക് കുരിശിന്റെ പാതയിൽ പോയാൽ മതി. Come on.
ഇന്നത്തെ ദിവസം കാണുവാൻ ആഗ്രഹിച്ച് എത്രയോ പേർക്ക് സാധിക്കാതെ ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ ഒരെണ്ണം പോലും കുറഞ്ഞു പോകാൻ, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത്, നമ്മുടെ ചർച്ചിൻ്റെ അകത്ത് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം ആത്മലാഭമുള്ള ജനത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ സമയം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെലവഴിക്കാമായിരുന്നു, അതിനൊന്നും പോകാതെ പാതവിടത്തിൽ പ്രാണപ്രിയന്റെ അടുക്കൽ വന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാതിരിക്കുമോ? നിങ്ങളുടെ രോഗാവസ്ഥകൾ മാറ്റാതിരിക്കുമോ? അവസ്ഥകളെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കാം. അസാധാരണമായ ഒരു മഹത്വം വെളിപ്പെടേണ്ട, അസാധാരണമായ ഒരു കൃപ വ്യാപരിക്കപ്പെടേണ്ട. ഇന്നയോളം വഴി നടത്തിയ ദൈവത്തിന്റെ കരം, അത്യന്ത ശക്തി ഞങ്ങളുടെ മീറ്റിങ്ങിനകത്ത് നിന്ന് വെളിപ്പെടേണ്ട കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീജ സിസ്റ്റർ മുമ്പോട്ട് വന്ന പ്രാർത്ഥനയിലേക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ ഇടിവിൽ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ആദ്യം എന്നാലും വേറൊരാളുടെ പ്രാർത്ഥനയെക്കാളും അവനവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വേറെ കണ്ട് പോകാനായിട്ടല്ല, കേട്ടു പോകാനായിട്ടല്ല, നിങ്ങളുടെ വിഷയങ്ങളോർത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയത്തെ സ്വർഗത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇവിടെ നടക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉപയോഗം വരുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ. എല്ലാവരും സ്വന്തത്തിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഓ സ്തോത്രം കർത്താവേ. ഇപ്പോൾ നമ്മൾ പുറമേയുള്ള ഒരു ചിന്തയാലല്ല കർത്താവേ, ഒരു ചിന്തയിലായിരിക്കരുത്. നിങ്ങൾ ആവശ്യമില്ലാത്തവരാരും ഈ ഭാഗത്തേക്ക് കടന്നു വരില്ല. ആവശ്യഭാരമില്ലാത്തവർക്ക് ആർക്കും ഈ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഈ ഒരു സമയം ഈ ഭാഗത്ത് വന്ന് ചിലവാക്കേണ്ട ഒരു ആവശ്യവുമേ ഇല്ല. ആയതിനാൽ ഓരോരുത്തരും തങ്ങളുടെ വിഷയം എന്ത് തന്നെ ആകട്ടെ, വലുതും ചെറുതുമായ എന്ത് തന്നെ ഭാരങ്ങളാകട്ടെ, അവരവരുടെ ഹൃദയങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. നമ്മുടെ അപ്പൻ നമ്മൾ ചെയ്ത പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിടുതൽ നൽകുവാൻ, മറുപടി നൽകുവാനായിരുന്ന ശക്തനായിരിക്കുന്ന അപ്പന്റെ കരങ്ങളിലത്രയും നമ്മൾ ഈ ഭാഗത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ഹൃദയങ്ങൾ നിങ്ങളെ നിർമ്മിച്ച നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ഭൂമിയിൽ ഉരുവാക്കിയ നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ കരച്ചിലുകൾക്ക് എത്രത്തോളം ആവശ്യഭാരങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കരച്ചിലുകളെ കണ്ട് എത്രത്തോളം മനസ്സറിയുന്നു, അതിനേക്കാളും പരമമായിട്ട് മനസ്സറിയുന്നവനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഭൂമിയിലെ അപ്പനും അമ്മയും നമുക്ക് സകലതും തന്ന് ഇതുവരെ ആക്കിയെങ്കിലും അതിനേക്കാൾ പുറമെയായിട്ട് നമുക്ക് ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങളെ ഇന്ന് നാം ഉള്ളിൽ ചുമക്കുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ, ഹൃദയങ്ങളെ തുറന്നാട്ടെ. നിന്റെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെച്ച് അതിന് മറുപടി കാണാമെന്ന് കരുതിയ ഹല്ലേലൂയ, നമുക്കതിന് മറുപടി തരാമെന്ന് വാക്കു പറഞ്ഞവന്റെ മുമ്പിലല്ലേ നമ്മൾ ഓരോരുത്തരും ഈ ഭാഗത്തായിരിക്കുന്നത്. ആയതിനാൽ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് കണ്ണുനീരോടുകൂടി അവന്റെ തുരുത്തി നിറയുന്നതത്രേ നിങ്ങളുടെ മറുപടി. അവന്റെ തുരുത്തിൽ നിറഞ്ഞില്ല എങ്കിൽ നമുക്ക് മറുപടിക്ക് അവസരങ്ങൾ കുറവാണ്, സമയമെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ബലപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. നന്ദിയുടെ സ്തുതിക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ പകൽ സമയം കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ കൃപപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. എത്രയോ ആളുകൾ കർത്താവേ ഇതിനൊരു സാഹചര്യം കിട്ടാതെ വരണം, പ്രതികൂലത്തെ പ്രതിസന്ധികളിൽ യാത്രാ ക്ലേശങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴപ്പോ ഞങ്ങൾക്ക് ഇന്നലെ ഭാഗ്യം നൽകിവല്ലോ കർത്താവേ. ഇന്ന് പകൽ സമയത്ത് കർത്താവേ കിടക്കയിൽ നിന്ന് എണീറ്റ് കർത്താവേ അങ്ങനെ തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ ഇനി ഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ, കുടുംബത്തെ ആരാധനകളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേ കിട്ടിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇതുവരെ അനുഗ്രഹിച്ച നന്മകൾക്കായി നന്ദി കർത്താവേ. തുടർന്ന് അപ്പ ഞങ്ങൾ അപ്പന്റെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ അനുഗ്രഹിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്ലേശങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ഈ ഭൗതിക നന്മകളെ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ,
പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ ആവശ്യഭാരങ്ങൾക്ക് പോലും കർത്താവേ ബുദ്ധിമുട്ടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് കർത്താവേ. തങ്ങളുടെ മേലപ്പന്റെ കൃപ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നീ ഭാഗത്ത് കടന്നു വന്നത് അനുഗ്രഹത്തിന് പാത്രമായി എന്ന് അനുഭവിച്ചുകൊണ്ട് തന്നെ കർത്താവേ അവർ ഈ ഭാഗത്ത് നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കുക കർത്താവേ, പലവിധമായ പ്രയാസങ്ങളിൽ ഓരോ കുടുംബത്തിലെ കുഞ്ഞുമക്കൾ നഷ്ടപ്പെടുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടെ ഇത്രത്തോളം ഭദ്രമായിട്ട് കാത്ത് പരിപാലിച്ച് നന്ദി കർത്താവേ. തുടർന്ന് അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഒരു ദോഷവും വരാതെ വേണം ഈ വർഷത്തിൽ കർത്താവേ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവേ അനുഗ്രഹമാണെന്ന് എണ്ണുവാൻ തക്കവണ്ണം കർത്താവേ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ പുതു തലമുറയിൽ ഒഴുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ബുദ്ധിയെ ശക്തിയെ ജ്ഞാനത്തിൽ വർദ്ധിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദ്യാഭ്യാസത്തെ ഭാഗത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ ഈ സമയത്ത് കർത്താവേ വെക്കേഷൻ സമയം കർത്താവേ അവർ വെറുതെ പാഴാക്കി പറയാമെന്ന് വണ്ണം കർത്താവേ അവരുടെ പഠന കാര്യങ്ങളിൽ കർത്താവേ അതോടൊപ്പം അപ്പന്റെ കൃപയിൽ താഴ്ന്നിരിക്കുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങയുമായി ചേരുവാൻ തക്കവണ്ണം കർത്താവേ പ്രയോജനപ്പെടുത്തുന്ന മക്കളായിട്ട് ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തെ എന്ത് നൽകിയാലും കർത്താവേ അപ്പൻ കൂടായില്ല എങ്കിൽ കർത്താവേ അത് വൃഥാവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ അവർക്ക് അതിലേക്ക് തിരിവാൻ തക്കവണ്ണം കർത്താവേ ഒരു മനസ്സിലെ ഒരുക്കങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രമീകരണങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന് തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളെ ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാത്തിനും വരെയായി കർത്താവേ അങ്ങേ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം അങ്ങേ മുൻനിർത്തുവാൻ തക്കവണ്ണം ഒരു കൃപ കർത്താവേ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ലോകത്തിലല്ല കർത്താവേ അങ്ങയുടെ കൃപയിൽ വളരുന്നവരായി കർത്താവേ അപ്പൊ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞു മക്കൾ മുതൽ കേൾക്കുന്ന പാടിൽ കർത്താവേ ഒന്നും അറിയാതെ കർത്താവേ ഒരു അറിവുമില്ലാതെ കർത്താവേ അവിടുന്ന് പല തെറ്റുകളിലും പെട്ടു പോകുന്നു കർത്താവേ. ആ തിരിച്ചറിവിനെ കൊടുക്കണമേ കർത്താവേ. തെറ്റുകളിലേക്ക് പെടാതെ വണ്ണം കർത്താവേ ഒരു പാപബോധത്തിൽ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറ കർത്താവേ ഈ ഭാഗത്ത് ഉയർന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫലങ്ങളാക്കിയിട്ട് വന്ന മക്കളെ കർത്താവിന്റെ കരങ്ങൾ സൂക്ഷിക്കണം കർത്താവേ. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗാവസ്ഥയിരിക്കുന്ന വ്യക്തി ജീവിതത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനേക്കാളും പരമനായ വൈദ്യന്റെ അടുക്കലാണല്ലോ എത്തിയിരിക്കുന്നത്. മനസ്സരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ അങ്ങയോട് ആത്മാർത്ഥമാവുന്നതിനനുസരിച്ച് കർത്താവേ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാരീരികമായിരിക്കുന്ന ബലഹീനതകളുടെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് തന്നെ വലിയ പ്രതിസന്ധികളായിരുന്നാലും കർത്താവേ അപ്പനാൽ അസാധ്യം ഒന്നുമില്ല എന്നടികൾ അറിയുക കർത്താവേ. മെഡിക്കൽ സയൻസ് കർത്താവേ വിധി എഴുതിയതാണെങ്കിൽ കർത്താവേ പരിഹാരമുണ്ടെന്ന് പറഞ്ഞിട്ട് പരിഹാരം ലഭിക്കാതിരിക്കുന്നതിനാണെങ്കിൽ കർത്താവേ അപ്പന്റെ കണ്ണ് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഭാഗത്തേക്ക് കർത്താവേ അപ്പന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. അപ്പന്റെ കൃപ ഈ ഭാഗത്തേക്ക് ഒഴുകുന്നതിനായി നന്ദി കർത്താവേ. ആ ജീവനദിയിൽ കർത്താവേ ഓരോരുത്തരും അനുഭവം തക്കോണം കർത്താവേ. ആ ജീവനദിയുടെ അനുഭവം വെച്ച ഓരോരുത്തരും അനുഭവിച്ച് കർത്താവേ അവർ വീണ്ടും പ്രാപിപ്പാൻ തക്കോണം പറഞ്ഞ് കൃപ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മാനസികമായിട്ട് കർത്താവേ സന്തോഷത്തിലായിരിക്കുന്നവർ കർത്താവേ പിരിമുറുക്കത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഈ ജനം ഇത് തെറ്റുന്നതിന് കാരണമേ കർത്താവേ പല ജീവിതം നമ്മുടെ ലോകത്ത് നിന്ന് പൊരുത്തു പോകുന്നതിന് കാരണമേ കർത്താവേ. സ്ട്രെസ്സിന്റെ ഡിപ്രഷൻ അനുഭവത്തിൽ കർത്താവ് ഞാൻ കഷ്ടപ്പെടുന്നു കർത്താവേ. എന്നാൽ ഇന്ന് വന്നത് എനിക്കൊരു ആശ്വാസമായി കരുതിക്കൊണ്ട് ഇതെനിക്കൊരു എഴുതുന്ന ദിവസമെന്ന് കരുതിക്കൊണ്ട് കർത്താവേ ഓരോ മക്കളും ആശ്വാസത്തോടെ കടന്നു പോകുവാൻ തങ്ങളുടെ കൃപ ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാധികളെ കർത്താവോട് വിടുതൽ ഒരുക്കണം കർത്താവേ. മേഖലകളിലാണോ കർത്താവേ വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതൽ വേണ്ടത് ആ പാപങ്ങളൊക്കെ ക്രമപ്പെടുത്തുമാറുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭൗതിക നന്മകളെക്കാൾ ഉപരിയായിട്ട് കർത്താവേ അവന്റെ സ്വർഗീയ നന്മകളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉള്ളങ്ങൾ ഒരുക്കി കർത്താവെ അവിടുത്തെ സ്വീകരിപ്പാൻ തക്കോണം പൂർണ്ണ മനസ്സോടുകൂടി അവിടുത്തെ ഒരുക്കുവാൻ തക്കോണം കർത്താവേ. അവിടുത്തെ വരവിനായിട്ട് ഒരുക്കുവാൻ തക്കോണം കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ ക്രമപ്പെടുത്തേണ്ട കൃപയ്ക്കായി നന്ദി കർത്താവേ. ഈ ലോകത്തിൽ തന്നെ നേടിയാലും കർത്താവേ ഞങ്ങൾ കർത്താവേ നഷ്ടപ്പെട്ട കർത്താവേ ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെട്ട കർത്താവേ പിന്നെ എന്ത് പ്രയോജനം അപ്പ ഞങ്ങളുടെ സൗഖ്യത്തിന് കൂടി കർത്താവേ ഞങ്ങൾക്ക് ആത്മീയ സൗഖ്യത്തെ കൂടെ അവിടെ പ്രദാനം ചെയ്യുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പന്റെ മക്കളപ്പ തെറ്റിപ്പോയെങ്കിൽ കർത്താവേ തിരിച്ചു വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഭവങ്ങളുടെ മേലും വ്യത്യാസത്തിൽ വരട്ടെ കർത്താവേ. അവിടെ ഇരിക്കുന്ന അനുഭവങ്ങളുടെ മാറ്റം വരട്ടെ കർത്താവേ.
പിന്മാറ്റങ്ങൾ മാറട്ടെ കർത്താവേ. ഏതൊക്കെ മേഖലയിൽ തെറ്റിപ്പോയോ കർത്താവേ, ആ പാത്രങ്ങളൊക്കെ തിരികെ മടങ്ങി വന്ന് കർത്താവേ, അപ്പനുമായ ഒരു യഥാർത്ഥ ബന്ധം കർത്താവേ. ഞങ്ങൾക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധമല്ല അമ്മ, ഒരു മനുഷ്യരുമായിട്ട് ഞങ്ങൾക്കൊന്നും കാണിക്കാനില്ല കർത്താവേ. അതുക്കുപരിയായിട്ട് കർത്താവേ, അപ്പനുമായൊരു ഒരു പ്രിയമായിട്ടൊരു ബന്ധം കർത്താവേ വെച്ച ഇനി പാപത്തെ കർത്താവേ അവർ ക്രമപ്പെട്ടുകൊണ്ട് മനസ്സുകൊണ്ട് കർത്താവേ ക്രമപ്പെട്ടുകൊണ്ട് കർത്താവേ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് കടന്നു വന്നതുപോലെയല്ല ഈ ബന്ധത്തായി ഇറങ്ങിയതിനു ശേഷം ഇവിടത്തെ ബന്ധത്തിന് മുങ്ങിയതിനു ശേഷം അങ്ങനെ ജീവിതം സ്പർശിച്ചതിനു ശേഷം കർത്താവേ അവർ പുതിയ സൃഷ്ടിയായിട്ട് കർത്താവേ പുറത്തു പോകുവാൻ തങ്ങളുടെ ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യമായ എല്ലാ നമ്മുടെ കൃപകളും ഒരുക്കണം കർത്താവേ. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രിയദാസനെ അപ്പന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു കർത്താവേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടക്കം മുതൽ അവസാനം അപ്പന്റെ കൃപ ഇരിക്കണം കർത്താവേ. കുടുംബമായിട്ട് അവിടുത്തെ സാന്നിധ്യ കൃപ കൂടി ഇരിക്കണം കർത്താവേ. അവരുടെ വിഷയങ്ങളുടെ മേൽ അവിടുത്തെ ക്രമപ്പെടുത്തണം കർത്താവേ. അപ്പൊ അവിടുത്തെ ഈ അവസരത്തെ കർത്താവേ ജനങ്ങൾക്ക് പ്രയോജനമാവുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് പോകുവാൻ തക്കണം. അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. മേൽക്കുമേൽ അധികം കൃപകളെ കൊടുത്ത് കർത്താവെന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്കായി വചനം പറയുന്നത് ആകെ ഓർക്കുന്നു കർത്താവേ. അപ്പൊ കൃപ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ തക്കണം കർത്താവേ. ജനങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ. ഒരുക്കമില്ലാത്ത വയലിൽ കർത്താവേ എന്ത് തന്നെ ഇട്ടിട്ടും കാര്യമില്ല കർത്താവേ. അപ്പൊ ഒരുക്കമുള്ള വയൽ പ്രദേശം ഒരുക്കുമാറാകണമേ കർത്താവേ. ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഒരുക്കി കർത്താവേ. ഇന്ന് ഇവിടെ നിന്ന് വീഴുന്ന വ്യക്തികൾ കർത്താവേ അവരുടെ ഹൃദയത്തിൽ 60-100 മേനിയായിട്ട് വളർന്ന് കർത്താവേ ദൈവരാജ്യം കരുത്തമാക്കുവാൻ തക്കണം. ഓരോരുത്തരും ഒരുക്കണം കർത്താവേ. പ്രിയദാസിയെ കുടുംബമായിട്ട് കർത്താവെ ഒരുക്കുന്നു. അവർ ഒരുമിച്ച് കർത്താവെ കുടുംബമായിട്ട് 4 പേര് കർത്താവെ മഹിമപ്പെടുത്തുമ്പോൾ കർത്താവെ അവരുടെ കൃപയോടെ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലത ഏൽപ്പിക്കുന്നു കർത്താവെ. ആദ്യം മുതൽ അവസാനം അവരുടെ കൃപ കൂടെ ഇരിക്കണം കർത്താവെ. സകല പ്രാർത്ഥനകളെ യാചനകൾ കേട്ടതിനായി നന്ദി പരിശുദ്ധാവേ. ആമേൻ. അവർക്ക് മുട്ടുമേൽ കർത്താവിനെ Thank you.
വായിക്കും. അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൊയറങ്ങൾ മുമ്പോട്ട് വരിക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകൾ ഉയർത്തി പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും. ദേവതാവിന്റെ മഹത്വം വായിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനനിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. വിവചനങ്ങൾ ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 39. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കഴിഞ്ഞാലിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു.
എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നേരായി നടക്കുന്നു നിശ്ചയം. അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളിൽ നിന്ന് ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവികൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഈ വായിച്ച കേട്ട സങ്കീർത്തന ഭാഗങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അവൻ ആരാധിക്കാൻ യോഗ്യനാണ് ദൈവം. രാജാതി രാജാവാണ്, മഹത്വത്തിൻ്റെ പ്രഭുവാണ്, വിശുദ്ധിയിൽ അതിഭയങ്കരനായിരിക്കുന്ന കർത്താവാണ്. 24 മൂപ്പന്മാരും സ്വർഗത്തിൽ ദൈവം പരിശുദ്ധൻ 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 എന്നിങ്ങനെ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അകത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി. ഹാലേലൂയ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. ഹാലേലൂയ 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 എന്ന് പറഞ്ഞേ. ഹാലേലൂയ 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 ഹാലേലൂയ. അവന്റെ ഹൃദയത്തിലാണ് നമുക്കൊരു നിമിഷം പാടി കർത്താവിനെ സ്തുതിക്കാം.
നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന ദൈവിക സന്നിധിയിൽ ഒരു സാക്ഷിയാണ് ഇപ്പോൾ ദൈവം അനുവദിച്ച കൃപയ്ക്കായി ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യത്തില് ഒരു സാക്ഷിയായിട്ട് ഇന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് എൻ്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ വേറൊരു സിസ്റ്റം കൂടെ എടുത്തത്. ഞാൻ സിസ്റ്ററാണോ? കാരണം ഞാൻ പാപത സിസ്റ്ററിൻ്റെ അടുത്ത് മാത്രമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും ഒരു വല്ലാത്ത പ്രയാസ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ദൈവനാമത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്ന് തൊട്ടല്ല, എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. കാരണം ഒറ്റപ്പെട്ട വേളയിൽ ഒന്നും അറിയാതെ ആദ്യം എടുത്തതാണ് ഈ വേദപുസ്തകം. അന്ന് ദൈവം എന്താണെന്നോ യേശുപ്പച്ചൻ എന്താണെന്ന് അറിയില്ല. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അമ്മ കൈകളിൽ ഇങ്ങനെ ഒരു പുസ്തകം എടുത്ത് വെച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളുകളിൽ. അപ്പോഴേ എനിക്കറിയില്ല അമ്മ എന്തിനാണ് കരയണേ, ഒരു പുസ്തകം തുറന്ന് വെച്ച് കരയുന്നത്. ഇത് കണ്ട് വന്നപ്പോൾ എൻ്റെ പ്രയാസ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം എടുത്തത് ഈ പുസ്തകമാണ്. അപ്പം കർത്താവിനോട് എന്ത് പറയണം, എന്ത് ചോദിക്കണം ഒന്നും അറിയില്ല. എന്നാൽ സങ്കടം വരുമ്പോൾ ഇതിനെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് ആരിലൂടെയെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇന്ന് ഇതുവരെ എത്തിത്തീർന്നത്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും തട്ടി വീണെടുത്തുന്നെല്ലാം കർത്താവ് താങ്ങി നടത്തി. അപ്പോൾ ഒരു +2 ഒക്കെ ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവ വേലയ്ക്ക് വേണ്ടി നിൽക്കണം. അന്ന് നമ്മൾ CSI ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അച്ഛന്മാരൊന്നും സ്ത്രീകളില്ലാത്തത് കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഇത് വിട്ട് വീണ്ടും പഠനത്തിലോട്ട് പോയി, പിന്നെ ജീവിതമായി. അപ്പം പക്ഷെ സത്യം പറഞ്ഞാൽ ഓരോ ഘട്ടത്തിൽ പോകുമ്പോഴും വീണാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കും, എന്തിനപ്പ എന്നെ മാത്രം ഇങ്ങനെ ഉടയ്ക്കുന്നത്, എനിക്ക് മാത്രം എന്തിനാണ് ഈ സങ്കടങ്ങൾ തരണേന്ന് ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് മനുഷ്യരുടെ രൂപത്തിൽ പലരെയും കൂട്ടിച്ചേർക്കും. ഞാൻ റിവൈവൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷം, കഴിഞ്ഞ ജനുവരി മാസമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്നൊരു പ്രയാസഘട്ടത്തിൽ ശ്രീജ സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നപ്പോഴാണ് ഞാൻ പൗദ സിസ്റ്ററിനെ ഒരു മീറ്റിങ്ങിലൂടെ കാണുന്നത്. അന്ന് പൗദ സിസ്റ്ററിന് എൻ്റെ അനുഭവങ്ങളൊന്നും അറിയില്ല. അന്ന് പൗദ സിസ്റ്റർ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവനാമത്തിൽ പൗദ സിസ്റ്ററുമായിട്ടുള്ള ബന്ധം ദൈവം നിലനിർത്തി. എന്നാൽ റിവൈവൽ ഗ്രൂപ്പിൽ നിന്ന് എന്നെ വെട്ടിമാറ്റാൻ നോക്കി. ശത്രു ഏറ്റവും വലുതായിട്ട് കളിച്ചത് അതിലാണ്. എന്നെ ഇതിനെ വെട്ടിമാറ്റി ദൂരെ കൊണ്ടുപോകണം. കാരണം എനിക്ക് ഇവരുമായിട്ട് ഇരുന്നപ്പോൾ കൂട്ടായ്മ ആചരിക്കാൻ പറ്റി, ദൈവത്തിന് കൂടുതൽ അറിയാൻ പറ്റി. അപ്പൻ്റെ ആദ്യ സ്നേഹത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പ് തന്നെ വീണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു തെറ്റ് വന്നാൽ എന്നെ ശിക്ഷിക്കാൻ ഒരു സഹോദരിയെ പോലെ പൗദ സിസ്റ്ററുണ്ട്. ഏറ്റവും കൂടുതൽ
സ്നേഹിച്ചുള്ള ഞാനാണ് റിവൈവൽ ഗ്രൂപ്പില്. എന്നെ ഇങ്ങനെ എല്ലാവരും മുമ്പ് വെച്ച് സിസ്റ്റർ വഴക്ക് പറയുമ്പോഴും ഞാൻ കരഞ്ഞാലും ഞാൻ റിവൈവൽ ഗ്രൂപ്പ് കൊണ്ട് പോയില്ല. കണ്ണുനീരോടെ ഞാൻ ഇരുന്നിട്ട് ഞാൻ ചോദിക്കും, ചിലപ്പോൾ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളവരെ ശിക്ഷിക്കൂ, പക്ഷെ മാറിപ്പോയില്ല. പക്ഷെ ഒരു നിർഭയായ സാഹചര്യത്തിൽ എനിക്ക് പോവേണ്ടി വന്നു. പിന്നെ മീറ്റിങ്സിന് പങ്കെടുക്കാൻ പറ്റാതെയായി. അപ്പൊ ഞാനൊരു 6 മാസം മുമ്പ്, നമ്മൾ ഈ പറയില്ല, വിത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ഫലം കിട്ടില്ല. വിത്ത് അത് മുളയ്ക്കും, പിന്നെ ഫലം കായ്ക്കും, പിന്നെ അത് കല്ലായി എന്ന് മാറും. അപ്പൊ അതുപോലെ ഞാൻ ജനുവരി മാസം തൊട്ട് ഒരു മെയ് മാസം വരെ റിവൈവൽ ഗ്രൂപ്പിലിട്ട വിത്ത് എനിക്ക് മെയ് മാസം തൊട്ട് ഡിസംബർ വരെ ഞാൻ കൊയ്തു. എന്റെ ജീവിതത്തിൽ, അതൊരു ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ ഞാൻ കൊയ്തു. എന്നാൽ ഈ മെയ് മാസം തൊട്ട് ഡിസംബർ വരെ എനിക്ക് റിവൈവൽ ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് വിട്ടുമാറി നിന്ന് ഈ കൊയ്ത്ത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ ചിന്ത ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ ആ ചിന്തയിൽ ദുഷ്ട എന്നെ അടിച്ചമർത്തി വെച്ച്. എന്നാൽ ഡിസംബർ മാസം എൻ്റെ പടകൊന്ന് ഒലഞ്ഞു. ആ പടക് ഒലഞ്ഞ നിമിഷമാണ് ഞാൻ വീണ്ടും എൻ്റെ അപ്പനെ നിലവിളിച്ചത്, കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണം, എനിക്കറിയില്ല എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം. അന്ന് വീണ്ടും പൗലോസിന്റെ ഒരു മെസ്സേജ്, എൻ്റെ സിസ്റ്ററെ തിരിച്ചു വാ, സിസ്റ്ററിനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പേടിച്ചാണ് വീണ്ടും ഇവിടെ ഞാൻ വന്ന് കാണിച്ചത്. കാരണം ഒരിക്കൽ ഇറങ്ങിപ്പോയതാണ്. കാരണം യോന ദൈവത്തിൽ നിന്ന് ഓടി അകന്നില്ലേ, വീണ്ടും കർത്താവ് മത്സ്യത്തിന്റെ വായിൽ നിന്ന് കൊണ്ട് എത്തിക്കേണ്ടടുത്ത് എന്നെ എത്തിച്ചു. അതുപോലെ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ അറിയാതെ കരയും. ആ കണ്ണുനീരാണോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രയാസമാണ്. പക്ഷെ പ്രയാസം വന്നപ്പോൾ എന്ത് ചെയ്യണം അറിഞ്ഞൂടാ. വചനം എടുത്തു വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആരോ എന്നോട് സംസാരിക്കും പോലെ തോന്നി. കാരണം നീ ഇനി ഒരുക്കപ്പെടാനുണ്ട് നിന്റെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബിസിനസ് മേഖലയിൽ ഓടുമ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അത് നോക്കണം, അത് നോക്കി വരുമ്പോൾ ക്ഷീണിച്ച് നമ്മൾ കിടന്നു പോകും. പിന്നെ എനിക്ക് രാവിലെ അതിൻ്റെ കാര്യം നോക്കി പോകണം, കുഞ്ഞുങ്ങളെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട്ടിലെ കാര്യം ഒന്നും നോക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ മുൻപേ അതിന് പോണെങ്കിൽ എൻ്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിലത്തിരുന്ന് കഴിക്കാം, അത്രയും വൃത്തിയായിട്ടാണ് എൻ്റെ വീടിനായിട്ടിരിക്കുന്നത്. പക്ഷെ ഇത് എൻ്റെ മനസ്സിൽ വീണ്ടും തികട്ടാൻ തുടങ്ങി. ഞാൻ ബാബുസിൻ്റെ അടുത്തൊന്നും പ്രാർത്ഥിക്കാനും ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ അന്ന് രാവിലെ എനിക്ക് പോകാൻ തോന്നിയില്ല സെൻറ്ററിൽ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഇരുന്നപ്പോൾ എന്നോട് തോന്നി, നീ എണീര്, നീ അത് ചെയ്, ഇത് ചെയ്. കാരണം ഞാൻ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു 10 മാസം എൻ്റെ വീട് ഒതുക്കേണ്ടത് ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഒതുക്കി തീർന്നു. എനിക്കതൊരു അതിശയം പോലെ തോന്നി. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നോട് പറയില്ല, ഇതും കൂടെ ചെയ്യും, അതും കൂടെ ചെയ്യുന്ന പറഞ്ഞ് ഒരാൾ എൻ്റെ പുറകെ നടന്ന് എന്നെ ചെയ്യിപ്പിക്കും പോലെ തോന്നി. അന്ന് 2 വർഷമായിട്ട് എന്നോട് പിണങ്ങിയിരുന്ന എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഭർത്താവ് വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ ഇന്ന് വീട്ടിൽ ഏറ്റവും നല്ല മരുമകളായി തീരുന്നു. ഞാൻ അത് കേട്ടപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. കർത്താവ് എനിക്ക് പറ്റും. അന്ന് പബ്ലിസിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു സംഭവം നടന്നു, എൻ്റെ അടുത്ത് ആരും സംസാരിക്കും പോലെ എനിക്ക് തോന്നി, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നോട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ മക്കളെ കാര്യങ്ങൾ തിരിച്ചു നോക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് സഭയിൽ വന്ന് നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ ക്രെഡിറ്റാണ് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ആരാധനയ്ക്കൊന്ന് സിസ്റ്റർ ചോദിച്ചു, ഭർത്താവിനുള്ള ആഹാരം ഒരുക്കിയിട്ടാണോ നിങ്ങൾ വന്നതെന്ന്. അന്ന് തല വിളിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും, എൻ്റെ അപ്പനെ നേരത്തെ ചുമലിൽ വെച്ചത് കൊണ്ട് എനിക്ക് എല്ലാ മേഖലയിലും കൃത്യതയോടെ നിന്നുകൊണ്ട് ഇന്നൊരു സാക്ഷിയായിട്ട് ഇപ്പം എന്നെ അനുവദിച്ച് ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും ആദ്യമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവെ എന്നോട് സംസാരിക്കണേ, എന്നോട് ഇടപെടണേ. കാരണം എനിക്ക് ഈ ലോകത്തൊന്നും വേണ്ട. ഇന്ന് ഈ ലോകത്ത് ഇവിടെ പണവും കൊണ്ടുവച്ച് ദൈവത്തിൻ്റെ വചനവും കൊണ്ടുവച്ച് ഞാൻ ആദ്യം ദൈവവചനം എടുക്കും. കാരണം പണം ശാശ്വതമല്ല. ഞാൻ അറിഞ്ഞൊരു അപ്പനുണ്ട്, എൻ്റെ അപ്പൻ്റെ ആദ്യ സ്നേഹം എനിക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വരുന്നത്. അവിടെ പാറശാലയിൽ ഇതുവരെ എത്താൻ ദൂരമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് ഒരുങ്ങും, എനിക്ക് ഇത്ര മണിക്ക് ഇറങ്ങണം, എനിക്ക് ഈ സമയം സിസ്റ്റർ വരണം, എൻ്റെ ഇവിടെ വരണമെന്നാണ് ആഗ്രഹം. അതിനു മുമ്പ് ഓടി എത്തിയിട്ടുണ്ട് ഇതുവരെ. കാരണം അന്ന് എനിക്ക് ഇവിടെ ഇരിക്കണം, ഞാൻ അങ്ങനെ ഓടി വന്ന് ഇവിടെ ഇരുന്നിട്ട്. കാരണം എനിക്ക് ആദ്യം കാണില്ലേ, നമ്മളെ ദൈവദൂതന്മാർ ആദ്യം കാണാൻ ആഗ്രഹിക്കും പോലെ അവരെ കയ്യിൽ ദൈവം കൊടുത്ത ഒരു പേടകമാണ്. അപ്പൊ അതിൽ നിന്ന് പകരം ആദ്യം നമ്മൾ സ്വീകരിച്ച് എത്ര മനോഹരമായിരിക്കും. ഇപ്പൊ വന്ന് കയറുന്നത് ഒരു നോട്ടം കൊണ്ടോ ഒരു പേര് കൊണ്ടോ വിളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന്. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് ദൈവം ഇന്ന് വരെ നടത്തി, ഇനിയും ദൈവം നടക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, നമ്മൾ എവിടെയൊക്കെ ഓടി തളർന്നാലും കർത്താവിന്റെ നാമത്തിന് കാല് വിളക്കരുത്. നമുക്ക് കഷ്ടം വരും,
സങ്കടം വരും. ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ദൈവമക്കൾക്കാണ്. ആ വേദനയും താങ്ങി ക്രൂശോളം ദൈവം വേദന സഹിച്ചെങ്കിൽ നമ്മളെ വേദന ഒന്നുമല്ല. അപ്പം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. അതെനിക്ക് ഇന്ന് ഞാൻ അറിയണുണ്ട്. ദൈവം എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചത് ദൈവത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കൂടപ്പിറപ്പുകളായിരിക്കുന്ന റിവൈവൽ ഫയറിലെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് ലഭിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയാമോ, ഞാനൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ ആഹാരം വെക്കുന്നതിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ആദ്യം ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? അതാണ് കുറച്ചാളിന് കുറഞ്ഞത്. അവര് വീട്ടിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട് അത് കേട്ടപ്പോ അല്ലേ? ഈ തലമുറയിൽ ആരും ഇങ്ങനെ പറയാറില്ല. അതാണ് വിശേഷം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇന്നും നല്ലതുപോലെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ മാസം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് കഞ്ഞിക്ക് അരി ഇടാൻ നിൽക്കരുത്. 1 മണിക്ക് 5 മണിക്ക് ചോറ് എടുക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ഞാൻ കളിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഫാമിലി ലൈഫിനെ വിടിവിക്കാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ കാര്യങ്ങൾ വായി നിന്ന് പുറത്ത് വരുന്നത് പോലും ദൈവം വലിയ കാര്യങ്ങളായി ചെയ്യും. ഈ റിവൈവൽ ഫയറിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തം അടുക്കും ചിട്ടയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ഒരു സൈന്യം പുറത്തു വരും. അടുക്കും ചിട്ടയില്ലാത്തതൊക്കെ ചിലപ്പോൾ വഴുതി മാറി പോയെന്ന് വരും. അതിൻ്റെ അകത്ത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എന്താ താല്പര്യം ഉണ്ടോ സിസ്റ്ററെ? ഇല്ല. ദൈവത്തിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവിന് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ രജിസ്റ്റർ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ അന്ന് പറഞ്ഞും പോയെന്ന് പറഞ്ഞ അന്ന് രാത്രി എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഇത്രയും അധികം കട്ട് ചെയ്യാം